ലോർഡ് സപ്പർ അല്ലെങ്കിൽ കർത്തൃഭോജനം അത് എന്താണ്? അതാണ് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം അതിനോടുള്ള ബന്ധത്തിൽ നാം വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നേടാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന്, ഈ ശുശ്രൂഷ എന്താണ് എന്നുള്ളത് പറയുക. എന്താണ് ഈ ശുശ്രൂഷ? ഒന്ന്, അതൊരു ദൈവകൽപ്പനയാണ്. കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ പ്രാപിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ദൈവകൽപ്പനയാണ്, അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചതാണ്. അപ്പോൾ ദൈവം കൽപ്പിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അനുസരിക്കണം. അതാണ് രണ്ടാമത്തത്, സഭയുടെ ഉത്തരവാദിത്വമാണ്. പണ്ട് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, കോവിഡ് വന്നു, ഒരുപാട് ആളുകൾക്ക് വരാൻ സൗകര്യമില്ല. എന്നാൽ ചില ആളുകൾ വരാൻ സൗകര്യമുണ്ട്, വരാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അപ്പം മുറിക്കുന്ന ശുശ്രൂഷ നിർത്തണമോ നടത്തണമോ? സഭയുടെ ഉത്തരവാദിത്വമാണ് നടത്തുക എന്നുള്ളത്. കാരണം കർത്താവ് തന്നതാണ്. കർത്താവ് വേണ്ടെന്ന് പറയുന്നത് വരെ നമുക്കത് കർത്താവിൻ്റെ വരവ് വരെ നിർത്താൻ പാടില്ലാത്തതാണ്. സഭയുടെ ഉത്തരവാദിത്വമാണ്. അടുത്തത് നമ്മളതിനെക്കുറിച്ച് കണ്ടത്, ഇത് ഒരു സ്തോത്ര ശുശ്രൂഷയാണ്. സ്തോത്ര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു വീട് വെച്ചാൽ നമ്മൾ സ്തോത്ര ശുശ്രൂഷ നടത്തും. ജോലി കിട്ടിയാൽ സ്തോത്ര ശുശ്രൂഷ നടത്തും. നന്ദി പറയാൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് താങ്ക്സ് ഗിവിങ് സർവീസ് നടത്തുന്നത്. എന്നാൽ എല്ലാ താങ്ക്സ് ഗിവിങ് സർവീസുകളിലും വെച്ച് ഏറ്റവും വലിയ താങ്ക്സ് ഗിവിങ് സർവീസാണ് കർത്താവിൻ്റെ ഭോജനം, കർത്തൃഭോജനം, സഭയായി കൂടിയിരുന്ന് ഇത് കഴിക്കുക എന്നുള്ളത്. അതുപോലെ അതിനോട് ചേർന്ന് നമ്മൾ പറഞ്ഞു, ഇത് ഒരു സ്മാരക ശുശ്രൂഷയാണ്. സ്മരണ ശുശ്രൂഷ അല്ലെങ്കിൽ സ്മാരക ശുശ്രൂഷ. മാരകവുമാണ് കേട്ടോ. അല്ല, മാരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്തില്ലെങ്കിലേ. അപ്പോൾ അത് ഒരു സ്മരണ ശുശ്രൂഷയാണ്. ഈ സ്മരണത്തിന് രണ്ട് വശമുണ്ടെന്ന് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ മാത്രമല്ല, നമ്മളൊരു വശത്ത്, കർത്താവ് മറുവശത്ത്. കർത്താവിനെ ഓർക്കലും ഓർമ്മിപ്പിക്കലും അതിലുണ്ട്. അതിനോട് ചേർന്ന് ഞാൻ അന്നേരം പറയാത്ത ഒരു കാര്യമുണ്ട്. ഇത് ഒരു ഉടമ്പടിയുടെ ആഘോഷമാണ്. അല്ലെങ്കിൽ പുതുക്കലാണ്. ഏതാണ് ഉടമ്പടി? പുതിയ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ആ പുതിയ ഉടമ്പടിയിൽ ഒരു ഭാഗത്ത് ദൈവം, മറുഭാഗത്ത് ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ മക്കൾ അല്ലെങ്കിൽ തൻ്റെ സഭ. ഈ സഭയും ദൈവവും തമ്മിൽ കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥനായി ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആ ഉടമ്പടിയുടെ ഒരു ആഘോഷമാണിത്. എന്തുകൊണ്ട് ആഘോഷിക്കുന്നത്? നമുക്കത് വലിയൊരു ഭാഗ്യമായി പോയി, അല്ലേ? ആ ബോസിൻ്റെ വയലിൽ റൂത്ത് ചെന്നെത്തി ഭാഗ്യവശാൽ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം ക്രമീകരിച്ചതാണ്. നമ്മളങ്ങനെ ഈ നാട്ടുകാരെ വിശ്വസിക്കുന്നത് പോലെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരല്ല. ദൈവം നമ്മളെ ഭാഗ്യവാന്മാരാക്കി തീർത്തു. അതൊന്ന് ആഘോഷിക്കാൻ
ആഴ്ചതോറും ആഘോഷിക്കാനുള്ള ഒരു സമയമാണ് ഈ കർത്തൃഭോജനത്തിൻ്റെ സമയം. ഉടമ്പടിയുടെ ആഘോഷമാണ്, അതൊരു പുതുക്കലുമാണ്. ആ ഉടമ്പടിയുടെ പുതുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഉടമ്പടിയിൽ ചേർന്നവരാണ്. സ്നാനപ്പെടുമ്പോൾ ഔദ്യോഗികമായി അതിൽ ചേർന്നതാണ്. ഓരോ പ്രാവശ്യവും അപ്പം മുറിക്കുന്തോറും ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭം കൂടെ ആണ്. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ ആ ഉടമ്പടിയിൽ ഞാൻ വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കുന്ന സമയം കൂടെയാണ്. അതിപ്പോൾ എഴുതണ്ട, അത് പറയാം. അത് അടുത്ത വിഷയമാണ്. ഇപ്പോൾ ഇതെന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം ആണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ആളുകളെ ഓർപ്പിക്കേണ്ടത്. ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? കർത്താവിൻ്റെ മരണത്തിൻ്റെ മരണം പ്രസ്താവന എന്നാണ് ബൈബിളിൽ. പ്രഖ്യാപനമെന്ന് ധൈര്യമായിട്ട് എഴുതാം. കാരണം അവിടെയുള്ള വാക്കിന് അങ്ങനെ ഉള്ള അർത്ഥം ഉണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ അറിയാലോ, ഷോ എന്നല്ലേ. ഷോ ഹിസ് ഡെത്ത്, ഷോ ദ ലോർഡ്സ് ഡെത്ത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാക്ക് തെറ്റല്ല. നിങ്ങളങ്ങനെ തന്നെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. അവിടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് വാക്കാൽ നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. അതല്ല ഇവിടെ കാര്യം. നിങ്ങൾ എപ്പോഴെല്ലാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴൊക്കെ കർത്താവിൻ്റെ മരണത്തെ അവൻ വരുവോളം പ്രഖ്യാപനമാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയുകയാണ് വേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ ആ മരണത്തെ തോൽപ്പിച്ച മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതൊക്കെ അർത്ഥം അറിയാവുന്നവർക്ക് ഈ ഒരു ചെറിയ കഷ്ണം അപ്പം തന്നെയും ഒരിച്ചിരി വീഞ്ഞു കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമല്ലാതെ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വളരെ അർത്ഥമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത്, ഈ വചന ശുശ്രൂഷ ചെയ്യുന്ന ആൾ സഭയെ ഇതിനായിട്ട് ഒരുക്കണം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളൊന്നും പറയാനൊന്നും സമയം കാണുകയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം, എല്ലാം കൂടെ തിരഞ്ഞെടുത്താലും നടക്കുകയില്ല. ഏതെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുക്കണം, അതിൽ ഫോക്കസ് ചെയ്യണം, അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സംസാരിക്കണം. അതിന് പറ്റിയ വേദഭാഗം തിരഞ്ഞെടുക്കണം. അത് നമുക്ക് ഇന്ന് അതിനൊന്നും സമയം കാണുകയില്ല. ഇതിനൊക്കെ പറ്റിയ വേദഭാഗങ്ങൾ ഏതായാലും ലിസ്റ്റൊന്നും തരാനല്ല, എങ്കിലും വേദഭാഗങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ചില അധ്യായങ്ങളിൽ മാത്രം നമ്മളെ പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയേണ്ടതായ ആവശ്യം വരും. എന്നാൽ ഇപ്പോൾ ഇതാണ് കാര്യം. എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ വായിച്ചോട്ടെ, അടുത്തത് എഴുതാൻ ഉദ്ദേശിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വായിക്കാം. അപ്പോൾ ഇതാണ് എന്താണ് എന്നുള്ള കാര്യം. ഞാൻ പിന്നെയും കൂടെ പറയട്ടെ, ഇത് എന്താണെന്ന് പറയുമ്പോൾ പഠിപ്പിക്കലല്ല. സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടീച്ചിങ് ടൈം അല്ല. ഇത് എന്തിനുള്ള സമയമാണ്? ഇത് അപ്പം മുറിക്കാനുള്ള സമയമാണ്, കർത്തൃഭോജനത്തിനുള്ള സമയമാണ്. ഇതൊരു ടീച്ചിങ് ടൈമായിട്ട് എടുക്കരുത്. ടീച്ചിങ് ആവശ്യമാണ്. ടീച്ചിങ് ലഭിക്കണം. ലഭിച്ചില്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി കുറേ കാലമൊക്കെ കഴിയുമ്പോൾ ഒരു ക്യാമ്പിൻ്റെ വിഷയമായിട്ട് ഇത് വെച്ചാലും കുഴപ്പമില്ല. കാരണം പണ്ട് കാലത്ത് പഠിച്ചതൊക്കെ മറന്നുപോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ 10-15 മിനിറ്റ് നേരം ഉള്ള ആ ശുശ്രൂഷ ഒരു ടീച്ചിങ് ടൈമായിട്ട് ഉപദേശം പഠിക്കാനും പഠിപ്പിക്കാനുള്ള സമയമായി എടുക്കരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന് വാക്യങ്ങളും വചനങ്ങളും ഒക്കെ അതനുസരിച്ച് തിരഞ്ഞെടുത്തത് എന്താണെന്ന്, ഇതെന്തല്ല എന്നും കൂടെ പറയേണ്ടത് ആവശ്യമാണ്. ദൈവം അനുവദിച്ചാൽ പിന്നീടൊരു ക്ലാസ്സിൽ പറയാം. കാരണം പതിവായി ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് പോലെ ഈ അപ്പം മുറിക്കുന്ന ശുശ്രൂഷയെ സംബന്ധിച്ചും നമ്മുടെയൊക്കെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരാത്മാവൊന്ന് വേറെ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളത് ഒരു മുഖവുര എന്ന പോലെ പറയുകയാണ്. അപ്പം മുറിക്കുന്ന ആ യോഗത്തിലിരിക്കുമ്പോൾ നമ്മൾ വളരെ സങ്കടപ്പെട്ടാണോ ഇരിക്കേണ്ടത്?
അതിഗൗരവമായിട്ടാണോ ഇരിക്കേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതുപോലെ വളരെ സന്തോഷമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നുള്ള വളരെ സന്തോഷമായി സന്തോഷപ്രകടനമാണ്. എന്താണ് വേണ്ടത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴല്ല ചോദ്യം. അതെ, അതൊരു ചോദ്യമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞപ്പം മരണത്തിൻ്റെ പ്രഖ്യാപനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തോ കർത്താവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവ് ദൈവമാണ്, മനുഷ്യനായി വന്നു, പാപമില്ലാത്ത ജീവിതമാണ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നിത്യം ജീവിക്കുന്നു. അതിൽ ഇത് പൗലോസ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് മരണവുമായി ബന്ധപ്പെടാത്ത ഒന്നും ഇല്ലെന്ന് പറയരുത്. എന്നാൽ അതേസമയം തന്നെ ഇതിനെന്തോ ഇതിൽ കേന്ദ്രം ഇവിടെ ദൈവം കർത്താവ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇത് തന്നെ പറഞ്ഞതുകൊണ്ട്. അതാ ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ മരണം വളരെ വിലയേറിയതാകുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് ആരാണെന്നുള്ളതിലാണ്, അല്ലേ? ഒരുപാട് പേര് മരിക്കുന്നു, ചിലരുടെ മരണത്തിന് വലിയ പ്രാധാന്യമല്ലേ? ഇത് മരിച്ചത് ആരാണ്? സാക്ഷാൽ ദൈവം മനുഷ്യനായി വന്ന പാപരഹിതനായ, ഒരിക്കലും മരിക്കാൻ ആവശ്യമില്ലാത്ത, അല്ലേ? ആ മരിച്ച ആൾ ആരാണ്? മരണത്തിന് വിലയുണ്ടാകുന്നത് അവിടെയാണ്. രണ്ട്, ആ മരിച്ച ആളുടെ ജീവിതം പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? ദി ഐഡൻറ്റിറ്റി ഓഫ് ദി പേഴ്സൺ ഹു ഡൈഡ്. രണ്ട്, ദ ലൈഫ്. ആ ലൈഫ് ആണ് ആ മരണത്തെ. സാധാരണ ആളുകളൊക്കെ മരിക്കുന്നു, കർത്താവിലെ പ്രവാചകന്മാർ മരിച്ചു, അതുപോലെ അങ്ങ് മരിക്കുകയല്ല. ആ മരണത്തിന് വലിയ പ്രത്യേകത വന്നത് പാപത്തെ ജയിച്ച് ജീവിച്ച ആളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തിയോളജി പറയുമ്പോൾ ദി പാസീവ് സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദി ആക്റ്റീവ് സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് വേർതിരിച്ച് പറയും. കർത്താവിൻ്റെ ഈ കുരിശിൽ കിടന്ന ആ ചില മണിക്കൂറുകൾ നേരമുള്ള മരണത്തിന്, ആ വേദനയെയും അതിൻ്റെ കഷ്ടപ്പാടുകളെയും കുറിച്ചൊക്കെ ആണ് നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ ഒരുപാട് പറയാറ്. എന്നാൽ കർത്താവ് സഹിച്ച അത് മാത്രമാണോ? അല്ല. അത് ഗത്സമനയിൽ മാത്രമാണോ? കർത്താവ് സഹിച്ച എന്തെല്ലാം ഉണ്ട്. അതെല്ലാം ശരിക്കും ഇതിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈ ഒരൊറ്റ പിൻ പോയിന്റിൽ മാത്രം നോക്കുന്നതിനേക്കാൾ അല്പം വിശാലമായി നോക്കുന്നത് ആവശ്യമാണ്. പക്ഷെ അപ്പോസ്തലനൊക്കെ എടുത്തു പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ ഞാൻ ഒന്നിലും, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലല്ലാതെ ഞാൻ ഒന്നിലും പ്രശംസിക്കുന്നില്ല എന്ന് എന്താ പറയാഞ്ഞ്? ഒരു കുഴപ്പമില്ല, പറയാൻ പാടില്ലായിരുന്നോ? പക്ഷേ സൊട്ടീരിയോളജി, ദൈവ രക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് വളരെ പ്രത്യേകത ഉള്ളതുകൊണ്ട്, ദൈവവചനം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ഇതാണ് ലോർഡ് സപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണെന്നുള്ളത് ആളുകൾ ഓർക്കണം. ഓർത്താൽ മതി. ഓർക്കുമ്പോൾ എന്തുണ്ടാവും? ദൈവകൽപ്പനയാകുമ്പോൾ അനുസരണത്തിൻ്റെ മനോഭാവത്തോടു കൂടിയായിരിക്കുന്നത്, അല്ലേ? സഭയുടെ ഉത്തരവാദിത്വമാകുമ്പോൾ പ്രത്യേകിച്ച് സഭയിൽ എല്ലാവരും ഉണ്ട്, എങ്കിലും സഭയുടെ ലീഡേഴ്സായിട്ടുള്ളവർ വളരെ ഒരുക്കത്തോടുകൂടെ, കാരണം ഇത് ഏറ്റവും നന്നായി ശരിയായി ചെയ്യാൻ ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള ബോധം വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് സ്തോത്ര ശുശ്രൂഷയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയോടുകൂടിയായിരിക്കും ഇരിക്കുന്നത്. സ്മരണ ശുശ്രൂഷയാണ്, ഓർപ്പിച്ചും കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ഉടമ്പടിയുടെ ഒരു ആഘോഷമാണ്. ഈ കവണൻറ്റ് സൈൻ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ കവണൻറ്റ് മീൽ എന്ന് ഇംഗ്ലീഷിൽ ഞാൻ പറയാറുണ്ട്. കവണൻ്റ് എപ്പോൾ നടന്നാലും അതിനൊരു ആഘോഷമുണ്ട്. സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യ ഉള്ളതുപോലെ കല്യാണം ഒരു കവണൻ്റ് ആണല്ലോ. അതുപോലെ ഇത് കുഞ്ഞാടിൻ്റെ കല്യാണം വരാൻ പോകുന്നു. ആ വരാൻ പോകുന്ന കല്യാണം ഉറപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷമാണ് ഇത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരു കവണൻറ്റ് മീൽ. അതുപോലെ ഈ ഉടമ്പടി കഴിഞ്ഞാൽ ഒരു ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ഇടയ്ക്കുണ്ട്, യഹൂദന്മാരുടെ ഇടയ്ക്കുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല.
കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാകുമ്പോൾ അത് ആ ഒരു ഗൗരവത്തോടു കൂടെ ഒരർത്ഥത്തിൽ ഈ അപ്പം മുറിക്കുന്നത്, കർത്താവ് അപ്പം മുറിച്ചത് മാളിക മുറിയിലാണ്, എങ്കിലും വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുരിശിൻ്റെ ചുവട്ടിലിരുന്നാണ് നമ്മളപ്പം മുറിക്കുന്നത്. പൗലോസപ്പോസ്തലൻ 1 കൊരിന്ത്യർ 11:23 അങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആ കാണിച്ചു കൊടുക്കലും കഷ്ടപ്പാടുകളും മരണവും ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ടത് ആവശ്യമാണ്. ശരി, അപ്പോൾ ഇത് ഞാനങ്ങ് മായ്ക്കുകയാണ്. അപ്പോൾ വചന ശുശ്രൂഷയിൽ കൂടെ ഇതെന്താണെന്നുള്ളത് ആളുകളെ പറഞ്ഞ് അവരെ അതിന് ബോധവൽക്കരിച്ച് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. 2, ഇതിൽ നിന്ന് പങ്കെടുക്കാൻ ആളുകളെ ഒരുക്കുക അല്ലെങ്കിൽ ഒരുങ്ങാൻ സഹായിക്കുക. ഇതാണ് വചന ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഉദ്ദേശമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആളുകളെ അല്ലെങ്കിൽ സഭയെ അതിനായി ഒരുക്കുക, അല്ലെങ്കിൽ ഒരുങ്ങാൻ സഹായിക്കുക, അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഞാനിങ്ങനെയൊക്കെ 3 തരത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരുക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിന് 10 മിനിറ്റ് കൊണ്ട് ഒരുങ്ങുമോ ഒരുങ്ങാത്ത ആൾ? അതിന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദ്യോത്തരങ്ങളും ഒക്കെ ആയി. ഈ കത്തോലിക്കർക്കൊക്കെ അങ്ങനെയാണ്. കത്തോലിക്കർക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ക്രിസ്ത്യാനികളൊക്കെ പണ്ട് അങ്ങനെയാണ്. പാരമ്പര്യ ക്രിസ്ത്യാനികൾക്ക് കുർബാനയ്ക്ക് മുമ്പ് എന്തുണ്ട്? കുമ്പസാരമുണ്ട്. അതതിൻ്റെ ഒരുക്കമാണ്. വാക്കുകളിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും സംഭവം ശരിയാണ്. കുമ്പസാരം ഇല്ലാതെ കുർബാന ഇല്ല, ദൈവവചനത്തിലും ഇല്ല. പക്ഷെ കുമ്പസാരം ഇത് ആരുടെ അടുത്താണ്, എന്താണ്, അതിൻ്റെ തിയോളജിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ അച്ഛനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഇതിന് അച്ഛനോട് പോയി പറയുന്നത് അല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പലതും ഉണ്ട്. എങ്കിലും നമ്മൾ ദൈവത്തോട് തെറ്റ് ചെയ്തു ദൈവത്തോട് പറയണ്ടേ, ആളുകളോട് തെറ്റ് ചെയ്തു ആളുകളോട് പറയണ്ടേ. അതാണ് ഈ കുമ്പസാരം. സാക്ഷാൽ ദൈവവചനപ്രകാരമുള്ള കുമ്പസാരം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമുക്ക് ഇനിയും അതിലെ വചന ശുശ്രൂഷയിൽ കൂടെ സാധിക്കേണ്ടത് ആളുകളെ ഒരുക്കുക എന്നാണ്. എങ്ങനെയാണ് ഇതിന് ഒരുങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പല കാര്യങ്ങൾ പറയാം. എങ്കിലും അത് ഞാനിപ്പോൾ പറയാൻ അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. എങ്കിലും ഞാൻ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സമയത്തിന് വരുന്നില്ല. അതൊരു ഭംഗിയാണോ? അപ്പം മുറിക്കുന്നതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനമുണ്ട്, തുടക്കമല്ലാത്തതുകൊണ്ട് അല്ലേ. പിന്നെ ഇരിക്കുമ്പോൾ അലസമായിട്ടിരിക്കുക, അതൊക്കെ ഒരുക്കത്തിൻ്റെ കുറവാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുകയും പറയുകയും ആവശ്യം പോലെ ചെയ്യേണ്ടതാണ്. എങ്കിലും ഇപ്പോൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൗലോസപ്പോസ്തലൻ പറഞ്ഞ പോലെ തന്നെത്താൻ ശോധന ചെയ്യുക. തന്നെത്താൻ ശോധന ചെയ്യുക. തന്നെത്താൻ ശോധന ചെയ്യാൻ ആളുകളെ സഹായിക്കുക. വചന ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഉദ്ദേശം. അല്ലെങ്കിൽ അങ്ങനെ ശോധന ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ശോധന ചെയ്ത് ഒരുങ്ങി വന്നവർക്കാണ് ഈ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയുക. ശോധന ചെയ്തിട്ടുണ്ടോ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊന്നും ആ സമയത്ത് നമുക്ക് പോയി പറയാൻ ആവശ്യമില്ല. അത് ഭംഗിയുമല്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ, ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഇത് ഒരുങ്ങാനുള്ള സമയമല്ല, ഒരുങ്ങി വന്നവർക്ക് ഇത് കഴിക്കാനുള്ള സമയമാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ 10-15 മിനിറ്റൊന്നുമല്ല, നമുക്ക് മണിക്കൂറുകൾ വേണമായിരുന്നു. പൗലോസപ്പോസ്തലൻ പാതിരാവരെ പ്രസംഗം നീട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇതിൻ്റെ ഒരുക്കം മാത്രമായിരുന്നു എന്ന് വിചാരിക്കുന്നില്ല. പൗലോസപ്പോസ്തലൻ പോകുന്ന വഴിക്ക് എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഏതായാലും
ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും സഭയുടെ നടത്തിപ്പിനെക്കുറിച്ചും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവർ സമയം ചെലവഴിച്ചു. ഏതായാലും ഞാൻ ആ വേദഭാഗം വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മധ്യത്തിലൊക്കെ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷമാണോ അപ്പം മുറിക്കൽ വേണ്ടത്, അപ്പം മുറിക്കലിന് ശേഷമാണോ വചന ശുശ്രൂഷ വേണ്ടത്? അതെ, വചന ശുശ്രൂഷ വേണ്ടത്. എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിലും ചെയ്യുന്ന സഭകളുണ്ട്. എങ്കിലും നമ്മുടെ ഇടയ്ക്കൊക്കെ കൂടുതലും അപ്പം മുറിക്കൽ ആദ്യം അങ്ങ് കഴിച്ചിട്ട് പിന്നെയല്ലേ വചന പഠനവും ഒക്കെ നടക്കുന്നത്, അല്ലേ? അതെന്താ അങ്ങനെ വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ അറിയേണ്ടതാണ്. എങ്കിലും എങ്ങനെയോ അങ്ങനെ ആണ് നടക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വചന ശുശ്രൂഷ ആദ്യം കഴിഞ്ഞിട്ട് അവസാനം അപ്പം മുറിക്കുന്ന രീതിയും അങ്ങനെ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ അതിലൊരു ഗുണം കാണുന്നുണ്ട്. ഞാൻ ബ്രദർ ഭക്തസിംഗ് ദൈവം വളരെ ഉപയോഗിച്ചൊരു ദൈവദാസനാണ്. ആയിരക്കണക്കിന് സഭകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പം നിലനിൽക്കുന്നുമുണ്ട്. ഇനി അവരുടെ ഇടയിൽ ഞാൻ പോയ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വചന ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് അപ്പം മുറിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, പൗലോസും അങ്ങനെയാണല്ലോ ചെയ്തത്. എവിടെ? അപ്പോസ്തലപ്രവൃത്തികൾ 20 അവർ പാതിരാവരെ പ്രസംഗം നീട്ടി, അതിനുശേഷം അദ്ദേഹത്തിനെ എടുത്തൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് അപ്പം മുറിച്ചു ഭക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല രീതിയാണെന്ന്, ഈ ഭക്ഷിങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവരങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന നല്ല രീതിയാണെന്ന് തോന്നുന്നു. ഒരു ഗുണം എന്താ അതുകൊണ്ട് ഗുണം? ഇപ്പം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഭക്ഷിങ്ങാണോ എന്നുള്ളതല്ല നമുക്ക് വിഷയം. ഒരു ഗുണം എന്താണ്? ദൈവവചനം സാധാരണ എപ്പോൾ പ്രസംഗിച്ചാലും അതിൻ്റെ അവസാനം എന്തായിരിക്കും? അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? നമ്മളൊരു സ്വയം പരിശോധനയല്ലേ, അല്ലേ? അപ്പോൾ കാര്യം വേണ്ട രീതി പറഞ്ഞാൽ എല്ലാ ദിവസവും ക്വയറ്റ് ടൈം എടുത്ത് കുടുംബ പ്രാർത്ഥനയും നടത്തി, പിന്നെ അപ്പം മുറിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ഒരുങ്ങി വായിച്ച് ശോധന ചെയ്തൊക്കെയാണ് ആര് വരേണ്ടത്? വിശ്വാസികൾ വരേണ്ടത്. പക്ഷെ നമുക്കിത് പറഞ്ഞപ്പോൾ തന്നെ അറിയാം, അങ്ങനെയൊന്നും എല്ലാവരും വരുന്നില്ലെന്നറിയാം, അല്ലേ? അപ്പോൾ അതിനൊരു എക്സ്ക്യൂസായിട്ടല്ല. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞുള്ള വചന ശുശ്രൂഷ ഇതിനു മുൻപായാൽ ഒരുപക്ഷെ കൂടുതൽ ഒരുങ്ങാൻ സഹായകമാകില്ലേ എന്ന് ഞാൻ തുറന്ന് ചിന്തിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം പറഞ്ഞതുകൊണ്ട് ആദ്യമായിരിക്കുമെന്നോ? ഓർഡർ അങ്ങനെയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറിക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നുവെന്നാണ്. അത് സഭായോഗത്തിൻ്റെ ഓർഡറായിട്ടെടുത്താൽ പ്രാർത്ഥന അവസാനം വരും, അല്ലേ? ആദ്യ ഉപദേശം വരും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ആ ഒരു ലൂക്കോസ് എഴുതിയപ്പോൾ സഭായോഗത്തിൻ്റെ ഓർഡർ എന്നുള്ള നിലയിൽ ചിന്തിച്ച് എഴുതിയതാകാൻ സാധ്യതയില്ല. എങ്കിലും അതൊരു പ്രസക്തമായ വേദഭാഗം ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ പോയി ഇടയ്ക്ക് അപ്പം മുറിക്കൽ ആദ്യം കഴിക്കുന്നതിനുള്ളൊരു ഗുണം ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? അത്യാവശ്യമുള്ള വല്ല കാര്യമുണ്ടെങ്കിൽ പോകാമല്ലോ. അതിനോട് നിങ്ങൾ ആരും യോജിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. എങ്കിലും ചിലരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും ഒരു നിവൃത്തിയില്ലാതെ പോകുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നേ ഇല്ല, അത് വേറെ കാര്യം. എന്നാൽ അങ്ങനെ നോക്കിയിരുന്ന് ഇത് നേരത്തെ കഴിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ നമുക്കൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ, അതിനുവേണ്ടി സഭയുടെ ക്രമീകരണങ്ങളൊന്നും മാറ്റപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സഭയിലെ സഹോദരന്മാർ ആലോചിച്ച് നമുക്ക് അങ്ങനെ ആക്കാം എന്ന് ചിന്തയുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ഒരു സഭയെക്കുറിച്ച് ഒരു തീരുമാനവും എടുക്കുകയുമില്ല, എടുക്കാനും പാടില്ല, എടുക്കുന്നില്ല. എങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാം. സഭാതലത്തിൽ സഭാ നേതൃത്വം സഹോദരന്മാരുടെ ആശയങ്ങളൊക്കെ സംഭരിച്ച്
ശേഖരിച്ച് അങ്ങനെ മാറ്റം വരുത്താവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത്, എവിടെ എപ്പോൾ എന്നുള്ളത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ തന്നെത്താൻ ശോധന ചെയ്യാൻ ആളുകളെ സഹായിക്കുന്ന ആലോചനകളാണ് നമുക്ക് രണ്ടാമത്തെ ഈ വചന ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഉദ്ദേശം. അപ്പോൾ അതിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടവരാണ്. ആരുമായിട്ടാണ് ഉടമ്പടി? കർത്താവുമായിട്ടാണ്, ദൈവവുമായിട്ടാണ് നമ്മുടെ ഉടമ്പടി. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ രണ്ട് പക്ഷം ഉണ്ടായിരിക്കും, രണ്ട് കക്ഷികളുണ്ടായിരിക്കും. ഈ ഉടമ്പടികൾക്കെല്ലാം ടേംസ് കാണും. ഏതെങ്കിലും വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഞാനിത് ചെയ്തോളാം എന്ന് ഞാൻ പറയും, അപ്പോൾ അടുത്ത ആൾ പറയും ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തോളാം എന്ന് പറയും. അപ്പോഴാണ് ഉടമ്പടിയാകുന്നത്. വിവാഹം ഉദാഹരണമാണല്ലോ. ഞാൻ നിന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ചോളാം, കരുതിക്കോളാം എന്ന് ഭർത്താവ് പറയും. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളോട് അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്നോളാം എന്ന് ഭാര്യ പറയും. അപ്പോഴല്ലേ ഉടമ്പടിയാവുന്നത്. അങ്ങനെ കർത്താവും ദൈവജനവുമായി നമ്മളൊക്കെ ഓരോരുത്തരും വ്യക്തികളായും സഭയായും ഉടമ്പടി ചെയ്തവരാണ്. അത് പറഞ്ഞു കഴിഞ്ഞു പല പ്രാവശ്യം. ഈ തന്നെത്താൻ ശോധന ചെയ്യുമ്പോൾ എന്തായി ശോധന ചെയ്യേണ്ടത്? ഈ ഉടമ്പടിയിൽ കർത്താവ് എത്ര വിശ്വസ്തനായിരുന്നു എന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ സംശയമൊക്കെ തോന്നും അല്ലേ? കർത്താവ് വേണ്ട പോലെ ചില സമയത്ത് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ തോറ്റുപോകരുതായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു രോഗം ഈ സമയത്ത് എനിക്ക് വരരുതായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. എന്താ ഭർത്താവ് എന്താ വാക്ക് തന്നതെന്നറിയാമോ? നമ്മളോടൊക്കെ ഉടമ്പടി ചെയ്തപ്പോൾ എന്താ വാക്ക് തന്നത്? ഐ വിൽ ബി യുവർ ഗോഡ്. അതിൽ കൂടുതലിന് എന്താ ഒരു വാക്ക് പറയാനുള്ളത്? ഞാൻ നിനക്ക് ദൈവമായിരിക്കും. ദൈവം എന്താ ചെയ്യേണ്ടത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ദൈവം വിളിച്ചാൽ വിളിയാക്കണം, പറഞ്ഞാൽ ചെയ്യണം, നമ്മളെ സഹായിക്കണം, നമ്മുടെ കൂടെ നിൽക്കണം. നമുക്ക് തന്നെ പറ്റാത്ത കാര്യങ്ങളുള്ളതുകൊണ്ടല്ലേ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ദൈവം എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം എല്ലാം ഏറ്റെടുത്തതാണ്. അപ്പം അതുകൊണ്ട് ദൈവം നാം ഉദ്ദേശിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കാതെ വരുമ്പോൾ ഈ ഉടമ്പടിയെ ദൈവം ഗൗരവമായിട്ട് എടുക്കുന്നില്ലേ, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പായിട്ടറിയാം. എന്താണ്? ദൈവം ഉടമ്പടി ലംഘിക്കുകയില്ല. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് വേണമെന്ന് വിചാരിച്ചാൽ തന്നെ പറ്റൂല. ഹി കനോട്ട് ഡിനൈ ഹിംസെൽഫ്. ദൈവത്തിന് തൻ്റെ സ്വന്തം സ്വഭാവത്തെ ത്യജിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ വരും, വന്നോട്ടെ. ചോദ്യങ്ങൾ വരും, വരട്ടെ. അത് മനുഷ്യരായതുകൊണ്ട് നമുക്കങ്ങനെ വരും. പക്ഷെ ഉടനെ അതൊക്കെ നമ്മൾ മാറ്റിക്കളയണം. അത് ശോധന ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താണ് നമുക്ക് ശോധന ചെയ്യാനുള്ളത്? ഞാൻ ഈ ഉടമ്പടിയിൽ ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ, ഞാൻ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയിൽ, ദൈവം ചെയ്ത ഉടമ്പടിയിൽ ആ ഉടമ്പടിയുടെ രേഖയാണ് 10 കൽപ്പനകളായി എഴുതി കൊടുത്തതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ 10 ചെയ്യുക, ബാക്കി ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. അതാ അങ്ങനത്തെ എബ്രായ പഴയ നിയമ പണ്ഡിതന്മാർ പറയുന്നത്, ആ കാലത്ത് ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ നടന്നിരുന്ന ഉടമ്പടിയുടെ ഒരു രീതിയിലാണ് ഈ 10 കൽപ്പനകൾ പോലും ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവം ഈ ഉടമ്പടികൾ, ഈ വ്യവസ്ഥകൾ വെച്ചു. ഇത് നിങ്ങൾ ചെയ്യണം, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അതാണ് ദൈവത്തിന് പറയാനുള്ളത്. അതിലെല്ലാം ഉണ്ട്. ഒരു ദൈവം ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും. 10 കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. അപ്പം നമ്മളുടെ അത് പഴയ ഉടമ്പടി, ഓൾഡ് കവണൻ്റാണ്. പുതിയ ഉടമ്പടിയിൽ എന്താണ്? ഈ 10 കൽപ്പനകളുണ്ടോ?
അതൊക്കെ വലിയ തിയോളജിക്കൽ ചോദ്യങ്ങളാണ്. എങ്കിലും ഞാൻ തൽക്കാലം ഒരു ഉത്തരം പറയാം. 10 കൽപ്പനകളൊന്നും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ 10 കൽപ്പനകളെന്ന് പറഞ്ഞ് തന്നെ എഴുതിയിട്ടില്ല. 9 എടുത്ത് എഴുതിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ 9 എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം എഴുതാത്തത് സാബത് പാലിക്കുക എന്നുള്ള നിയമമാണ്. അതുകൊണ്ട് ചിലർ പറയും അത് 9 ഉണ്ട് 10 ഇല്ല എന്ന് പറയുന്ന ചിലരെന്ന് പറഞ്ഞാൽ ചില്ലറ ആൾക്കാരല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നവർ ഉണ്ട്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് 10 കൽപ്പനകളിൽ 10 ഇന്ന് ബാധകമാണെന്നാണ്, കാലികമായ വ്യത്യാസങ്ങളോടുകൂടെ ബാധകമാണെന്നാണ്. അത് വേറൊരു വിഷയം. അതിൻ്റെ വിശദ വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകാൻ നമുക്ക് പറ്റുകയില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ 10 കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞത്, ഈ കൽപ്പനകൾ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇത് പങ്കെടുക്കുന്ന ആളുകൾ സ്വയം ശോധന ചെയ്യുമ്പോൾ ഈ കൽപ്പനകൾ ഞാൻ പാലിച്ചിട്ടുണ്ടോ എന്നാണ് ശോധന ചെയ്യേണ്ടത്. 1-ാം കൽപ്പന, 2-ാം കൽപ്പന, 3-ാം കൽപ്പന, 10 വരെയുള്ള കൽപ്പനകൾ ഞാൻ പാലിച്ചിട്ടുണ്ടോ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് നമ്മൾ പാലിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത്. ഒരു വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8-ന്റെ 3-4 നിങ്ങൾക്ക് പരിചയമുള്ള വാക്യമാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച്, അതാണല്ലോ 10 കൽപ്പന. ന്യായപ്രമാണത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ന്യായപ്രമാണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? റോമാലേഖനം മുഴുവൻ വായിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ന്യായപ്രമാണം വിശുദ്ധമാണ്, അതിനൊരു കുറവുള്ളതായിട്ട് പറയുന്നില്ല. പിന്നെ ഒരു കുഴപ്പമുണ്ടായത് എന്താണ്? ന്യായപ്രമാണം അല്ലെങ്കിൽ 10 കൽപ്പനകൾ ആരും പൂർണ്ണമായി അനുസരിച്ചില്ല. അതിൻ്റെ ഒരു കാരണം കൂടെ അപ്പോസ്തലൻ പറയുന്നുണ്ട് ഇപ്പോൾ വായിച്ച ഭാഗത്ത്. എന്താണ് കാരണം? ജഡത്താലുള്ള ബലഹീനത നിമിത്തം. കുഴപ്പം ജഡത്തിലാണ്, ന്യായപ്രമാണത്തിലല്ല, 10 കൽപ്പനകളിലല്ല കുഴപ്പം. അത് കൂടുതൽ സ്ട്രിക്റ്റായി പോയതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താണ് കുഴപ്പം? കുഴപ്പം ജഡത്തിലാണ്. ജഡമെന്ന് പറഞ്ഞാൽ പാപം ബാധിച്ച മനുഷ്യ സ്വഭാവം, അതാണ് ജഡം. ശരീരം എന്ന വാക്കിനർത്ഥമുണ്ട്, എങ്കിലും അതിൻ്റെ വേദശാസ്ത്രപരമായ അർത്ഥം എന്ന് പറയുന്നത് പാപത്തിൻ്റെ സ്വാധീനത്തിലുള്ള മനുഷ്യൻ്റെ പ്രകൃതി, മനുഷ്യൻ, അവൻ്റെ ആ മനുഷ്യത്വം, അതാണ് ജഡമെന്ന് പറയുന്നത്. ആ ജഡം ബലഹീനമാണ്, ജന്മനാ ബലഹീനമാണ്, എല്ലാവരിലും ബലഹീനമാണ്, വിശ്വാസിയിലും ബലഹീനമാണ്. ബലഹീനമെന്ന് പറഞ്ഞാൽ ഒരു കഴിവുമില്ലെന്നല്ല. എന്താണ് ബലഹീനമെന്ന് പറഞ്ഞാൽ? ബലഹീനമെന്ന് പറഞ്ഞാൽ ഈ 10 കൽപ്പനകളെ എന്ന് സൗകര്യത്തിന് പറയട്ടെ, ന്യായപ്രമാണത്തെ പൂർണ്ണമായ രീതിയിൽ അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ്, അതാണ് ബലഹീനത. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ മാറ്റിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ ജഡത്തിന് ബലഹീനത. അപ്പം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ ഇച്ചിരി കുറച്ചേക്കാം, ഇച്ചിരി കൂട്ടിയേക്കാം. പഴയ നിയമത്തിൽ അത് പരാജയപ്പെട്ടു, ശരിയായില്ല. ഇനി പുതിയ നിയമത്തിൽ വേറെ കൊണ്ടുവന്നോ? കൊണ്ടുവന്നില്ല. 4-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ആ ആ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനെയൊക്കെ അങ്ങനെയുള്ള വാക്യങ്ങൾ പലതുണ്ട്. ഇത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് എബ്രായ ലേഖനം പ്രത്യേകിച്ചും വായിക്കുമ്പോൾ പഴയ ഉടമ്പടി മാറി പുതിയ ഉടമ്പടി വന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ ഉടമ്പടിയിൽ എന്താണ് ലഭിച്ചിരിക്കുന്നത്? പുതിയ ഉടമ്പടിയിൽ കൂടുതൽ ബെറ്റർ പ്രോമിസസ്, കൂടുതൽ നല്ല വാഗ്ദത്തങ്ങൾ, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അനുസരിക്കാൻ പറ്റാതെ
ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം കഴിയാതെ പോയ സ്ഥാനത്ത് എന്തു വന്നു? പുതിയ നിയമം വന്നു. പുതിയ നിയമത്തിൽ കൃപ കൂടുതലുണ്ട്. പുതിയ നിയമത്തിൽ അതിൻ്റെ പ്രൊവിഷൻസ് കൂടുതലുണ്ട്. അതും കൂടെ ശരിയാക്കിയിട്ടുണ്ട് ഈ പുതിയ ഉടമ്പടിയിൽ എന്നാണ് എബ്രായ ലേഖനകാരനും റോമാലേഖനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ക്യാൻസൽ ചെയ്തു, മാറ്റിവെച്ചു, ആ സ്ഥാനത്ത് വേറെ നിയമം വന്നു എന്ന് ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രസക്തമായ വിഷയം, ഈ മീറ്റിങ്ങിലെ പ്രസക്തമായ വിഷയം, ഈ ഉടമ്പടിയിൽ നമ്മുടെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ? വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിരുന്ന് പരിശോധിക്കാനല്ല, നമ്മളിത് പരിശോധിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ശോധന ചെയ്തുകൊണ്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് ഈ അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിൽ ഒരുക്കത്തോടുകൂടെ പങ്കെടുക്കുന്നത്. ഒരുക്കം അതാണ്. സ്വയം ശോധന ചെയ്യുക എന്നുള്ളതാണ് ഒരുക്കം. വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. വ്യവസ്ഥകളുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, 10 കൽപ്പന ഉദാഹരണം പറഞ്ഞതാണ്. ദൈവവചനം മുഴുവനത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം, വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത് എല്ലാം ഈ 10 കൽപ്പനകളിൽ ഉൾപ്പെടാത്ത ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അതാണല്ലോ കർത്താവ് 10 കൽപ്പനകൾ വലുത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഒന്നും മാറ്റിയില്ല. ആ 10നെ 2 സൗകര്യത്തിന്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതാ അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ മോശയും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ വിശദമായി എഴുതിയത്. അതാണ്. അപ്പോൾ വേദപുസ്തകം വായിച്ച് സ്വന്തം ജീവിതത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് അപ്പം മുറിക്കുന്നതിനുള്ള ഒരുക്കം. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, വേണ്ട രീതിയിൽ ദൈവവചനം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, സുവിശേഷ പ്രവർത്തനത്തിന് പങ്കെടുക്കാതെ, അങ്ങനെ ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് പറയും അല്ലേ, മറ്റു ദിവസങ്ങളിലൊക്കെ വേറെ ആളുകളെ പോലെയൊക്കെ തന്നെ ഏകദേശമൊക്കെ ജീവിച്ചു പോകുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു എന്നല്ല, എന്നിട്ട് ഞായറാഴ്ച വന്ന് അപ്പം മുറിക്കുന്നു. ആ അപ്പം മുറിക്കൽ എത്ര ശരിയാവും? അവിടെ എവിടെയാണ് സ്വയം ശോധന? ഇനി ആ സ്വയം പരിശോധിക്കാനുള്ള കാര്യങ്ങളെല്ലാം ആ ആഴ്ചയുടെ 7-6 ദിവസങ്ങളിലും ചെയ്തു പോരേണ്ടതായിരിക്കുന്ന കാര്യം, അതിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പ്രസംഗം കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? അതൊരു 4 മണിക്കൂർ പ്രസംഗിച്ചാലും ശരിയാവില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പ്രസംഗം ഈ 10-15-20 മിനിറ്റ് മതി എന്ന് പറഞ്ഞത്. അതാണ്. എത്ര പ്രസംഗിച്ചാലും അത് അവിടെ വെച്ച് മുഴുവൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഇത് ഒരുങ്ങി അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളവർക്ക് ഒരു പ്രോത്സാഹനമായി അവരെ ഓർപ്പിക്കാനും പറയാനും ഒക്കെ സാധിക്കും. അങ്ങനെ സ്വയം വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കാൻ. അപ്പോൾ നമുക്ക് ഈ പ്രസംഗിക്കുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? വിശ്വാസികളുടെ ഉത്തരവാദിത്വങ്ങൾ ഓർപ്പിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങളോട് ഓർക്കുമ്പോൾ അത് സ്വയം ശോധന ചെയ്യുവാൻ അവർക്ക് സഹായകരമാകും. വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പരിണതഫലം? വിശ്വാസികൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഈ പുതിയ ഉടമ്പടിയിൽ തങ്ങളുടെ കടമകൾ എത്രത്തോളം ചെയ്തു, എവിടെയാണ് പാളിച്ച വന്നത് എന്നൊക്കെ പരിശോധിക്കുമ്പോൾ എന്തായിരിക്കും മിക്കവാറും വരുന്നത്? ചില കാര്യങ്ങളൊക്കെ അനുസരിച്ചതായിട്ടൊക്കെ തോന്നൂലേ? അനുസരിച്ച കാര്യങ്ങളുണ്ടാവും.
ദൈവമക്കളായിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, കഴിഞ്ഞ ആഴ്ചയിലെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? അപ്പോൾ എന്തു ചെയ്യണം? അതിനുള്ള ക്രെഡിറ്റ് എന്തു ചെയ്യണം? അതിൻ്റെ മഹത്വം ഒക്കെ കർത്താവിന് കൊടുത്തേക്കണം. ഈ ശോധന ചെയ്യുമ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. കുറേ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി സുവിശേഷം പറഞ്ഞു, ഇവിടെ പോയി സുവിശേഷം പറഞ്ഞു, പ്രാർത്ഥിച്ചു, പണം കൊടുത്തു, അതൊക്കെ നമ്മൾ വരട്ടെ. പക്ഷെ അതിന് മഹത്വം എടുക്കരുത്. മഹത്വം എടുത്താൽ എന്ത് പറ്റും? മഹത്വം എടുത്താൽ, മഹത്വത്തിന് നമ്മൾ അർഹരല്ല, അത് ഒരു കാര്യം. മഹത്വം എടുക്കുന്നത് ഒരു തെറ്റാണ്. കാരണം നമ്മളൊക്കെ കഴിവുകൊണ്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും ചെയ്യുന്നത്. എല്ലാം ദൈവം നമ്മളെ കൊണ്ട് ശക്തി തന്ന്, സാഹചര്യങ്ങൾ തന്ന്, എല്ലാം ശരിക്കും ദൈവമാണ് ചെയ്യുന്നത്. നമ്മളൊരു ഉപകരണമായി ദൈവം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മഹത്വം എടുക്കരുത്. മഹത്വം എടുത്താൽ വേറൊരു പ്രായോഗികമായ ഒരു ചെറിയ പ്രശ്നം, എങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സഭകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ അത്ര വലിയ ആത്മീയരല്ല എന്ന് പൊതുവെ പറയുന്ന ചില ആളുകളൊക്കെ കാണും. നമുക്കങ്ങനെ ചിലരൊക്കെ, ചില അവരൊന്നും അത്ര നല്ല വലിയ ആത്മീയരൊന്നും അല്ല, അങ്ങനെ എന്നൊക്കെ, അങ്ങനെ ഇതാണ്. അവരുടെ ജീവിതത്തിലുള്ള ചില പെശകുകളും കുറവുകളും ഒക്കെ അറിയാവുന്നത് കൊണ്ട്, അപ്പോൾ അവരെ അറിയാവുന്നത് കൊണ്ട് ഈ ഒന്നാമത്തെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ അനുസരിച്ചു എന്ന് തോന്നുന്ന ആളുകൾക്ക് എന്ത് തോന്നും? ഞാൻ അവനെ പോലെയല്ല, അയാളെ പോലെയല്ല, അവരെ പോലെയല്ല ഞാനെന്ന് തോന്നൂലേ? കഴിഞ്ഞു കഥ. അപ്പം മുറിക്കാനുള്ള നമ്മുടെ ഒരുക്കം തീർന്നു. അവിടെ ഏത് സ്ഥിതിയിലാണ് വേണ്ടത്? കർത്താവ് പറഞ്ഞ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ കർത്താവിൽ ആശ്രയിച്ച് വളരെ ശ്രമിച്ചു. ദൈവകൃപയാൽ കുറച്ചൊക്കെ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിഷ്പ്രയോജന ദാസന്മാർ എന്ന് പറഞ്ഞും കൊണ്ടിരിക്കണം. ചില കാര്യങ്ങൾ അനുസരിച്ചു എന്ന് തോന്നുന്ന പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർമ്മ വരും. തെറ്റുകൾ ഓർമ്മ വരും. തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഓർമ്മ വരില്ല. എങ്കിലും ആരോഗ്യമുള്ള വിശ്വാസികൾക്കൊക്കെ തന്നെ അവരുടെ തെറ്റുകൾ ഓർമ്മ. അയ്യോ, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നല്ലോ, പോകണമെന്ന് ദൈവം ഒരു പ്രേരണ തന്നതാണ്, എന്നിട്ട് ഞാൻ പോയില്ലല്ലോ, പോകാമായിരുന്നല്ലോ, അല്ലേ? അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ നമുക്ക് തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. ചിലപ്പോൾ അത് വലിയ കാര്യമായിട്ട് വരും. അങ്ങനെ ചില ആളുകളുടെ വ്യക്തിത്വത്തിനനുസരിച്ചാണ്. ചില ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ച് അങ്ങനെ അവർ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ അങ്ങനെ ഓർമ്മ വന്നിട്ട് അവരാകെ തകർന്നു പോകും. ചിലപ്പോൾ ചിലർക്കൊക്കെ ചെയ്ത തെറ്റ് തന്നെ പിന്നെയും ചെയ്യുമ്പോൾ ആളുകൾ പ്രത്യേകിച്ചും തളർന്നു പോകും. സ്വയം ഒരു നിരാശയൊക്കെ വരും. അങ്ങനെ വന്നിട്ട് ചില ആളുകൾ എന്ത് തീരുമാനിക്കും? എന്നാൽ പിന്നെ ഞാൻ അപ്പം മുറിക്കുന്നില്ല എന്ന് തീരുമാനിക്കും. ഞാൻ അപ്പം മുറിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരമ്മച്ചി സഭായോഗത്തിലിരുന്ന് കരഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞില്ലേ? അത് പറഞ്ഞായിരുന്നു. ചിലർ പറഞ്ഞില്ല എന്ന്, എല്ലാവർക്കും ഓർമ്മയില്ല. സഭായോഗത്തിൽ അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മച്ചി ഇരുന്ന് കുടുകുടാ കരയുകയാണ്. എന്നിട്ട് അപ്പം മേടിക്കുന്നില്ല. അത് ദേവദാസൻ കണ്ടു, പാസ്റ്റർ കണ്ടു. കഥകളൊക്കെ പാസ്റ്റർമാരുടെ കഥകളാണല്ലോ. അപ്പോൾ കണ്ടിട്ട് ആ അമ്മച്ചിയുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താ സഹോദരി കരയുന്നത്, എന്താ അപ്പം എടുക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി എന്താ പറഞ്ഞത്? അമ്മച്ചി പറഞ്ഞു, ദേവദാസ, എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ എൻ്റെ കർത്താവിനെ പാപം ചെയ്ത് വിഷമിപ്പിച്ച ആളാണ്. എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഉണ്ട്. നീ അത് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമെന്ന് ബോധ്യമുണ്ടോ?
ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നോട് ഞാനത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചു എന്ന് നിനക്കറിയാമോ? എനിക്കത് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ അപ്പം നിർബന്ധമായി കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു എന്നാണ് കഥ. ഇതാണ് യോഗ്യത. ഞാൻ ചെയ്തില്ലല്ലോ, നല്ല ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഓർത്ത് വീർത്തിരിക്കുന്ന ആളുകൾ, അവരുടെ തെറ്റുകളെക്കുറിച്ച് ഓർമ്മയില്ലാതിരിക്കുന്നവർ, അല്ലെങ്കിൽ ആ തെറ്റുകളെ ഗൗരവമായിട്ട് എടുക്കാത്ത ആളുകൾ, അവരൊരുക്കമില്ലാത്തവരാണ്. അവരെക്കാരും എളുപ്പമുള്ളത് ആ പാസ്റ്റർ ചെയ്തത്. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് കർത്താവിൻ്റെ അപ്പം കഴിക്കുന്ന സമയത്ത് നന്ദിയുള്ളവരായി സന്തോഷത്തിൻ്റെ കണ്ണുനീർ വീണാൽ കുഴപ്പമില്ല. സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു കരച്ചിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ അതിൻ്റേതായ സ്ഥാനമുണ്ട്, അതിൻ്റേതായ സ്ഥലത്ത് അതിൻ്റേതായ സ്ഥാനമുണ്ട്. തെറ്റുകൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ഏറ്റു പറയുക. കരയണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കരയേണ്ടവർക്ക് കരയാൻ, കരയേണ്ടാത്തവർക്ക് കരയണ്ട. നിങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരാറുണ്ടോ? കരഞ്ഞോ? കരച്ചിൽ വന്നില്ലേ? ഇനിയിപ്പോൾ അതിൽ എന്താണ്, സൂത്രത്തിൽ കരയാനുള്ള സൂത്രങ്ങളൊന്നും ചെയ്യണ്ട. കരയേണ്ടതാണ്, പക്ഷെ ഏറ്റു പറയുക എന്നുള്ളതാണ്. നമുക്ക് വാക്യങ്ങളൊക്കെ അറിയാമല്ലോ. ഏറ്റു പറഞ്ഞാൽ നമ്മൾ ഏറ്റു പറയുന്നത് നോക്കിയിരിക്കുക. കർത്താവിന് പിന്നെ എന്നാൽ ശരി അടുത്ത ആഴ്ച ക്ഷമിക്കാമെന്ന് പറയുന്ന ആളല്ല. കർത്താവ് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റുകൾ ഏറ്റു പറയാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുമ്പസാരം കഴിഞ്ഞ കുർബാന. കുമ്പസാരിക്കാനുള്ള അല്ലെങ്കിൽ തെറ്റുകൾ ഏറ്റു പറയാനുള്ള ഒരു അവസരം. നീണ്ട സമയമൊന്നുമല്ല, അവരവരുടെ ഹൃദയങ്ങളിൽ അവരങ്ങനെ. ഞാൻ പറയുന്നത്, രണ്ട് സഹോദരന്മാർ തമ്മിൽ അടിപിടി കൂടിയിട്ടുള്ളവരാണെങ്കിൽ അപ്പം മുറിക്കാൻ പറ്റുകയില്ല, അത് ശരിയാക്കിയിട്ട് വേണം. അതല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ലാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റുപറയേണ്ടതായ പാപങ്ങൾ ഉള്ളതുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ശുദ്ധി പ്രാപിച്ച് അപ്പം മുറിക്കുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഏറ്റുപറഞ്ഞിട്ട് പങ്കെടുക്കണം. അപ്പം മുറിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സഭായോഗത്തിൽ വന്നിട്ട് അപ്പം മുറിക്കാതിരിക്കേണ്ടത് എപ്പോഴാണ്? അപ്പം മുറിക്കാതിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയാതെ മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മുറിക്കാതിരിക്കുന്നത് നല്ലത്. നമ്മുടെയൊക്കെ രീതിയിലാവുമ്പോൾ ഒരാഴ്ച അപ്പം മുറിച്ചില്ലെങ്കിൽ ആരും ഒന്നും ചോദിച്ചൊന്നും വരില്ല. രണ്ടാഴ്ച അപ്പം മുറിച്ചില്ലെങ്കിൽ ചോദിക്കും, അല്ലേ? ചോദിക്കുകയും വേണം. സഭയുടെ മൂപ്പന്മാരാണത് ചോദിക്കേണ്ടത്. എന്താ സഹോദര പ്രയാസം? അപ്പം മുറിച്ചില്ലല്ലോ, രണ്ടാഴ്ച ആയല്ലോ. അപ്പോൾ പറയും. എന്തിനാ പറയുന്നത്? ആ പാപത്തിൽ നിന്ന് വിജയം നേടാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സഭാമൂപ്പന്മാരല്ലേ, അവർക്ക് പറഞ്ഞു തരാനുണ്ടാവും. അവരുപദേശങ്ങൾ തരും, വചനം കാണിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളെ സഹായിക്കും. അങ്ങനെ അപ്പം മുറിക്കാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങളാണ് അപ്പം മുറിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയേണ്ടത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ ഫലമായിട്ട് അവർ ഉടമ്പടിയിൽ ഏർപ്പെട്ടവരാണെന്നും അവർക്ക് പാലിക്കേണ്ട വ്യവസ്ഥകളുണ്ടെന്നും ആ പാലിക്കേണ്ട വ്യവസ്ഥകൾ വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്നുള്ളതും ഒക്കെ അവരെ ഓർപ്പിച്ചുവിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അനുസരിച്ചവരുണ്ടാകും, തെറ്റ് സംഭവിച്ചവരുണ്ടാകും. അനുസരിച്ചവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് സന്തോഷമായി ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം. തെറ്റുകൾക്ക് ഓർമ്മ വരുന്നവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, അതിനെ താലോലിച്ച് വയ്ക്കാതെ എന്നേക്കുമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അപ്പം മുറിക്കുന്ന സന്തോഷവേളയിൽ പങ്കെടുക്കണം. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ വചന ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ
എങ്ങനെയാണ് വചന ശുശ്രൂഷ ചെയ്യുന്നത്? ഏത് വേദഭാഗം തിരഞ്ഞെടുക്കും? ഇപ്പോൾ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ സ്വയം ശോധനയ്ക്കായിട്ട് സഹായിക്കാൻ പോവുകയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉദ്ദേശം മനസ്സിലിരുന്നാൽ മതി. നമ്മളത് സംബന്ധിച്ചുള്ള അതിന് പറ്റിയ ഒരു വേദഭാഗം തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്തിട്ട് അതിൽ ആളുകൾ നമ്മുടെ പ്രസംഗം കേട്ടാൽ, നമ്മൾ 10-15 മിനിറ്റ് പ്രസംഗിച്ച് കേട്ടാൽ അവർക്ക് തന്നെത്താൻ ശോധന ചെയ്യാൻ ഒരു സഹായം ആയിട്ട് അത് വരണം. അവർ ഉടമ്പടിയിൽ ഉൾപ്പെട്ടവരാണെന്നുള്ളൊരു ബോധം അവരിൽ ജനിപ്പിക്കണം. ആ ഉടമ്പടിയുടെ വ്യവസ്ഥകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ എന്നുള്ളത് അവർ ഓർക്കണം, ഓർക്കാനിടയാകണം. അങ്ങനെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലും ഒരളവിൽ നിർവഹിച്ചു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, എന്ന് പറയാൻ സാധിക്കും, ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവർ സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണം. മഹത്വം സ്വയം എടുക്കാതെ ദൈവത്തിന് കൊടുക്കണം. തെറ്റുകൾ ഓർമ്മ വരുന്നവർ, അവർക്ക് പരസ്യമായ തെറ്റുകളല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അപ്പം മുറിക്കാവുന്നതാണ്. പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ കൂടെ തെറ്റുപറ്റുന്ന ആളുകൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ സഭാ നേതൃത്വം അതിനുള്ള സഹായം അവർക്ക് കൊടുക്കും. എല്ലാ ആഴ്ചയും വന്ന് ഒരേ പാപത്തെക്കുറിച്ച് തന്നെ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുമല്ലോ. ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അത് ആശാസ്യമല്ല, അത് നല്ലതല്ല എന്നറിയാമല്ലോ. അതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, നിങ്ങളെന്ന് വെച്ചാൽ സഭയിലുള്ള ആളുകളുടെ അവസ്ഥയെങ്കിൽ അവരിത് മനസ്സിലാക്കണം. അവരെങ്ങനെയാണ് അത് ഇടപെടേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയല്ല, അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്, ദൈവജനത്തിൻ്റെ ഉപദേശവും പ്രബോധനവും ഒക്കെ ആവശ്യമാണ്. അത് കൊടുത്ത് അവരെ ഒരുക്കി പങ്കെടുക്കുവാൻ സാധിക്കണം. അപ്പോൾ ഇതിന് ഉചിതമായ വേദഭാഗങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതെല്ലാം കൂടെ 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് എടുക്കാനൊക്കെയില്ല. ഈ സംസാരിക്കുമ്പോൾ അതിൽ ഒരു ഭാഗം ചിലപ്പോൾ അത് ചുരുങ്ങി പറഞ്ഞാൽ മതി. ഇതെന്താണ് എന്നുള്ളതൊന്ന് ഓർപ്പിക്കുക. കൂടുതൽ ഭാഗം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, സ്വയം പരിശോധിക്കുവാനായിട്ട് സഹായിക്കുന്ന വേദഭാഗങ്ങൾ പറയാം. ഇപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഉള്ളത് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഏത് ഭാഗം വായിച്ചാലും ഉണ്ടാവും. എന്നാൽ പറയുന്ന വേദഭാഗത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഓരോന്ന് പറഞ്ഞ് ആളുകൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം. ആളുകൾക്ക് കുറ്റബോധം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. എന്നാൽ തെറ്റ് ചെയ്ത ആളുകളെ താരാട്ടുപാടി ഉറക്കുക, സാന്ത്വനപ്പെടുത്തുക എന്നുള്ളതുമല്ല. ദൈവവചനം കർത്താവിൽ ആശ്രയിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യം വരും എന്ന് നമ്മൾ ന്യായമായും ചിന്തിക്കണം. അതിനുശേഷം അത് വരുന്നവർക്ക് അങ്ങനെ കുറ്റബോധം ഉണ്ടായാൽ ആ കുറ്റബോധത്തിൻ്റെ അടിമകളായി ജീവിക്കാതെ പാപത്തിൻ്റെ മേൽ വിജയമുള്ളവരായി, ക്ഷമ പ്രാപിച്ചവരായി, സന്തോഷമായി അപ്പം മുറിക്കുന്നവരായിട്ടിരിക്കുവാൻ അവരെ സഹായിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വിഷയം അങ്ങ് നിർത്തുകയാണ്.